ആരോഗ്യത്തിന് ഏറെ ഉത്തമം എന്ന് വൈദ്യലോകം പറയുന്ന ഒരു ഇനമാണ്. തീർച്ചയായും ചിരിയുടെ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തുന്നത് ഒരു വെഞ്ഞാറം മൂട്ടുകാരനാണ്. Please welcome the new heartthrob of Malayalam film industry, Suraj Vengarammoot. Suraj. Please come, please. അവിടെ കയറ്റിവിടില്ല അങ്ങനെ. ഹലോ മിസ്റ്റർ, പോകണോ? ഈ ഫാമിലാണോ? എങ്കിൽ ഞാൻ അകത്തോട്ട് പോവുക. വെള്ളം ഒടിച്ച് ഈ മനുഷ്യൻ ആരാ ഇങ്ങോട്ട് കയറ്റിയത്? വെള്ളം ഒടിച്ച് ചുമ്മാ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ശരിക്കും ഈ ബാലനെ ആരും തിരിച്ചറിഞ്ഞില്ല. ബ്രോക്കർ ബാലൻ. എന്തോ ഈ ബ്രോക്കർ ബാലന്റെ വീട് എവിടെയാണ്? ബ്രോക്കർ ബാലൻ എന്ന് പറയുന്ന അലബലാതി ഞാനാ. നിങ്ങളാണ്. പിന്നെ എന്റെ വീട് അതാ ഞാനും തിരക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു പരിചയമുണ്ടോ? പിന്നെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. നീ മറ്റേ സുഗുവിന്റെ മോനല്ലേ? ഞാൻ രാജന്റെ മോനാണ്. കണ്ടു കഴിഞ്ഞാൽ പീതാംബരന്റെ അതേ ഫിഗർ. പീതാംബരന്റെ അതല്ല, എന്നെ എവിടെയെങ്കിലും ഒന്ന് നല്ലോണം ഓർത്തു നോക്ക്. നിന്നെ അയ്യോ നീ മറ്റേ പെണ്ണാണിയോ? പെണ്ണാണോ? അത് തന്നെ. നിങ്ങൾ എന്നോട് എന്ത് ചതിയാണ് കാണിച്ചത്? എന്ത്? എന്നെ പെണ്ണ് കാണിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലേ? വിളിച്ചോണ്ട് പോയിട്ട് ഒരു പെണ്ണിനെ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞത്? എന്ത്? ഈ പെണ്ണിനെ കെട്ടിയാൽ ഒരു കാലത്തും കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞ് ഞാൻ പെണ്ണിനെ പോയി കണ്ട്. വികലാംഗയാണ് അവള്, വികലാംഗ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഈ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും കുഴപ്പമില്ലെന്ന്. ഒരു കാലത്തും വേറെ കുഴപ്പമില്ലല്ലോ. ശരിക്കും പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾക്ക് അടി തരേണ്ടതാണ്. അത് പോട്ട് വേറെ പെണ്ണെ കൊണ്ട് കാണിച്ചില്ലേ? കാണിച്ചിട്ട് നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞു? നല്ല കുടുംബം, നല്ല പണമുണ്ട്, പിന്നെ ഈ പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെണ്ണ് നല്ല കിളി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതെ. എന്നിട്ട് ഞാൻ പെണ്ണിനെ പോയി കണ്ട് ഒരു കണ്ണും കുഴിഞ്ഞ് പല്ലും തള്ളി മൂങ്ങയുടെ മുഖം പോലെ ഇരിക്കണം. മിസ്റ്റർ, എന്തോ മൂങ്ങ എന്തേടെ കിളിയല്ലേ? ഈ കുറെ അച്ഛ എനിക്കിട്ട് പണിയാണ്. ശരിക്കും നിങ്ങളുടെ തലേന്നാണ് കിളി പറന്നു പോകേണ്ടത്. എന്ത്? നിങ്ങളെ കൊണ്ടൊരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ ഒത്തില്ല. ഞാൻ ഒരു പെണ്ണിനെ ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അവളെ എങ്ങനെ ഒന്ന് പ്രേമിക്കണം അതൊന്ന്. അതിന് പ്രേമിക്കാൻ പോലും നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോകും. ഈ സ്ത്രീകളെ പൊതുവെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഗേൾ ഫ്രണ്ട്, കാമുകി, വൈഫ്, പിന്നെ സ്റ്റെപ്പിന്. നാലായിട്ട് തരംതിരിക്കാം. ഇവിടെ 4 പേരും നമ്മുടെ മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡാ. പ്രീപെയ്ഡ് അതെങ്ങനെയാണ്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചാർജ് ചെയ്യാം, വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് അവളെ ചെന്ന് കണ്ടിട്ട് ഐസ്ക്രീമോ വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ സംഭവം ഓക്കെ. അപ്പോൾ ഈ കാമുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡാ. പോസ്റ്റ് പെയ്ഡ് എന്ന് വെച്ചാൽ 1 വർഷത്തേക്ക് നമ്മൾ എടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് പോകുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്ന് സാരിയോ പിന്നെ തിയേറ്ററിൽ സിനിമയോ ഇങ്ങനെ 1 വർഷത്തേക്ക് മാത്രം. അത് പോസ്റ്റ് പെയ്ഡ്. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് എന്ന് വെച്ചാൽ നമ്മൾ ബില്ല് അടച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ചത്താലും വിട്ടു പിരിയാൻ പറ്റില്ല. അപ്പോഴേ ഈ സ്റ്റെപ്പിന് എങ്ങനെയാണ്? സ്റ്റെപ്പിന് കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോൾ ഇടുക, വിളിക്കുക, കട്ട് ചെയ്യുക, പോകും. അതല്ല അറിയില്ലെന്ന് ചേട്ടാ, എനിക്ക് അതല്ല അറിയേണ്ടത്. ആദ്യം പെണ്ണിനോട് ഇങ്ങനെ പ്രേമാഭ്യർത്ഥന തന്നെ പറയണോ അതോ ലവ് ലെറ്റർ കൊടുക്കണോ? അതാണ്. ലവ് ലെറ്റർ ഒന്നും കൊടുക്കാൻ നീ എന്താ? പിന്നെ ഇപ്പോഴും ഒരുപാട് സാങ്കേതിക വിദ്യയില്ലേ. SMS, പിന്നെ ചാറ്റിങ്, അത് കഴിഞ്ഞിട്ട് ചീറ്റിങ്. പണ്ട് നമ്മളെ കാലത്ത് അങ്ങനെയല്ലെന്ന്. പിന്നെ നമ്മൾ ഹംസം വഴിയാണ് ഈ പ്രേമലേഖനം. നളനും ദമയന്തി ഹംസത്തിന്റെ കയ്യിൽ ഇങ്ങനെ ദൂതൊക്കെ പറത്തി വിട്ട് ഞാൻ അമ്മ ഇപ്പോഴും പ്രണയിക്കുന്നത്. ചേട്ടൻ ഹംസത്തിനെ പറത്തി വിട്ടാ? ഇപ്പൊ എവിടുന്നടാ ഹംസം? പിന്നെ ഞാൻ എന്റെ വീട്ടിൽ മറ്റേ പൂവൻകോഴിയുണ്ട്. പൂവൻകോഴിയെ പിടിച്ചിട്ട് ഞാൻ അതിന്റെ കാലിൽ ലെറ്റർ കെട്ടിയിട്ട് അടുത്ത വീട്ടിലെ ശ്യാമളയുടെ വീട്ടിലോട്ട് പറത്തി വിട്ട്. മറുപടി അപ്പൊ വന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോ വന്നു. എന്ത് വന്ന്? ചിക്കൻ കറി നല്ല ടേസ്റ്റ്, ഇനി ഇതുപോലെ കോഴികളെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെങ്ങനെ കോഴിയെ പറത്തിക്കൊണ്ട് നടന്നോ? എന്റെ പൊന്നു ചേട്ടൻ കല്യാണം കഴിഞ്ഞൊരു ഭാര്യ ഉള്ളതല്ലേ? അതെ. എന്നിട്ട് ഇങ്ങനെ കാമുകിമാരുടെ പുറകെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കാൻ നിങ്ങൾ നാണമില്ലേ? ചോദിച്ചു കേട്ടല്ലോ. ഇപ്പോഴും ഇനി കാമുകിമാരെ പുറകെ കിടക്കുന്നതിൽ നാണമില്ലേ? നീ പുരുഷന്മാർ അപകടിക്കരുത്. ഇല്ല പൊന്നു മോനെ, പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? നല്ലത് തന്നെ. ആരെങ്കിലും ഫീസ് പോലെ ചുടാതെ നോക്കാം. ഞാൻ പോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എനിക്കിപ്പോൾ വയറ്റ് വേണേ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. ഞാൻ MBBS ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്, 2 വർഷം പഠിച്ചിട്ടുള്ള. എനിക്കറിയാം. ഒന്ന് നോക്കട്ടെ, നോക്കട്ടെ. ഇവിടെയാണ് വേദന? അവിടെയല്ല. സ്വപ്പ് കൂടെ. അയ്യോ, അവിടെ
മൈ ഗോഡ് ചേട്ടാ ചേട്ടൻ ഉടനെ തന്നെ ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. എന്ത് ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുകയാണ്. കയ്യ അങ്ങോട്ട് അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലും ഓരോരുത്തന്മാര് ഇവിടെ നിന്ന് നിൽക്കാനുള്ള സൗകര്യം ഇല്ലെന്ന്. മാന്യമായിട്ട് എവിടെയെങ്കിലും പോയി മരിക്കുന്നതിനേക്കാൾ നല്ല. ഹലോ എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ? തൊലഞ്ഞ് വല്ല കാര്യം ഉണ്ടായിരുന്ന നേരത്തെ വീട്ടിൽ പോയാൽ മതി. ഹലോ ഹലോ ഹലോ, എന്താ പ്ലീസ് റിപ്ലൈ, വേർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ? നമസ്കാരം. ഇംഗ്ലീഷുകാരന കളി ബാലനോടാ. ഹലോ പ്ലീസ് റിപ്ലൈ, വെരി അർജന്റ്. ചുമ്മാ ചേടാ, വേർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ? നീ എന്താ പേടിപ്പിക്കുന്ന ഇംഗ്ലീഷ് പറഞ്ഞ്? ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ മുക്കുണ്ട്. ആ മുക്കിൽ നിന്ന് ഇങ്ങനെ പോയാൽ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. മനസ്സിലായില്ലേ? എടേ റെയിൽവേ സ്റ്റേഷനല്ലേ? മതി മതി, ചുമ്മാ അല്ലേ, പേടിയാക്കല്ലേ. പറഞ്ഞു തരുമല്ലോ, കിടന്ന് വെപ്രാളപ്പെടണം. എന്ത് ഇങ്ങനെ പോണം. വാട്ട്? ഓ, മലയാളം അറിഞ്ഞൂടാ, സോറി. ഇങ്ങനെ പോണം, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോ. വട്ടിന്റെ അപ്പന് എന്താ പറ, സോറി മലയാളം അറിഞ്ഞു. എന്നിട്ട് വളഞ്ഞ് പോണം, വളഞ്ഞ് വളഞ്ഞ് എബൌട്ട്. ഹലോ പ്ലീസ്, അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ ഒരു റോഡുണ്ട്, ഇങ്ങനെ റോഡുണ്ട്, ഇങ്ങനെ റോഡുണ്ട്. ഇത് മൂന്നും കൂടി ആ മുക്ക്. വാട്ട്? മുക്കിന് ഞാൻ നോക്കിക്കോ. മുക്ക് ഇനി മുക്കാഞ്ഞ വിവരം അറിയും. പ്ലീസ് വെരി അർജന്റ്, പ്ലീസ്. റോഡ് ഇങ്ങനെ, റോഡ് ഇങ്ങനെ, ഇങ്ങനെ മുക്ക്. ഇതിനൊക്കെ ഇതാ പറയണത്. അവിടുന്ന് വളഞ്ഞ് പോണം റെയിൽവേ സ്റ്റേഷൻ. വാട്ട്? എടാ, അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണ തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തിയാ അവിടുന്ന് നേരെ ഇറങ്ങണ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ഇപ്പൊ എങ്ങനെ മനസ്സിലായി ബാലിന് ഇംഗ്ലീഷ് അറിയില്ലെന്ന്? ഇതൊക്കെ വെറും ഈസിയാ. റെയിൽവേ സ്റ്റേഷൻ. നിന്റെ കല്യാണം നാട്ടിൽ കാര്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ പോയിട്ട് പോരാ. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടാ. കേട്ടാ, പോടാ. ഓരോരുത്തന്മാർ വന്ന് കയറിക്കൊള്ളു. ഇനി ഇവിടെ നിൽക്കണ പരിപാടിയില്ല. ഞാൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് മരിക്കാൻ പോകും. ഒരു കാര്യം ചോദിക്കാല. എന്താടാ? അതെ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഏതാ? കുറച്ച് നേരത്തെ വന്നിരുന്ന എനിക്ക് അവനോടൊപ്പം മാന്യമായിട്ട് പൊക്കൂടായിരുന്നാടാ. ബാക്കിയുള്ളവന്റെ തോളിൽ വന്ന് കയറേണ്ട വല്ല കാര്യമുണ്ടാ?